2 വർഷത്തോളമായി നീണ്ടുനിൽക്കുന്ന യുദ്ധത്തിനിടെ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയുടെ 40% പ്രദേശം നിയന്ത്രണത്തിലാക്കിയതായി ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ വ്യക്തമാക്കി. നഗരത്തിന്റെ പൂർണ്ണമായ പിടിച്ചടക്കലിനായി ആക്രമണം അടുത്ത ദിവസങ്ങളിൽ വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 70,000 മുതൽ 80,000 വരെ ആളുകൾ പലായനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ നഗരത്തിലെ ഏകദേശം 1 ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. IDF പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഗാസയിലെ ഒരു സ്വദേശി ഹമാസ് പലായനം തടസ്സപ്പെടുത്തുന്നുവെന്ന് പറയുന്നതായി വ്യക്തമാണ്. ഞങ്ങൾ തെക്കോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഹമാസ് വഴി തടയുന്നുവെന്ന് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഹമാസ് മനുഷ്യരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം. എന്നാൽ ഹമാസ് ഇതിനെ ബലമായ കുടിയൊഴിപ്പിക്കൽ എന്ന് എതിർത്തു. ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധി ഗുരുതരമാണെന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോഷകാഹാരക്കുറവിനെ തുടർന്ന് 367 പേർ മരിച്ചുവെന്ന് ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം IDF തെക്കൻ മേഖലകളിൽ മനുഷ്യാവകാശ സഹായങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അൽ മവാസി മേഖലയിൽ 2 ദശലക്ഷം പേരെ സ്വീകരിക്കാൻ കഴിയുന്ന സുരക്ഷാ മേഖല ഒരുക്കുന്നതായും അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ വ്യാഴാഴ്ച മാത്രം 64 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. ആശുപത്രികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹമാസ് ഭീകരരെ തോൽപ്പിക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.